കൂട്ടുകാരെ, ഞാനൊരു ചെറിയൊരു സ്റ്റോറി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ വായിച്ചൊരു കഥയാണ്. ഒരിക്കൽ ആർച്ചിബാൾഡ് റൂൾസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് പക്ഷികളെ വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. തൻ്റെ ശേഖരത്തിന് അനേകം പക്ഷികളുണ്ടായിരുന്നു. എന്നാൽ മോക്കിംഗ് ബേർഡ് എന്ന് പറയുന്ന ഒരു ഇനം പക്ഷിയെ താൻ വല്ലാതെ ആഗ്രഹിച്ചു. പക്ഷെ തൻ്റെ ശേഖരത്തിൽ അതുവരെ കിട്ടിയിരുന്നില്ല. ഒരു ദിവസം തനിക്ക് മോക്കിംഗ് ബേർഡിൻ്റെ ഒരു കുഞ്ഞിനെ കിട്ടി. വളരെ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ എടുത്ത് ഒരു പുതിയ കൂട്ടിനകത്ത് ആക്കി താൻ വളർത്തുവാൻ ആരംഭിച്ചു. അന്ന് വൈകുന്നേരത്ത് താൻ വളരെ മനോഹരമായ ഒരു കാഴ്ച കണ്ടു. ഒരു വലിയ മോക്കിംഗ് ബേർഡ് പറന്നു വന്ന് ആ കൂട്ടിൽ പറ്റിയിരുന്നിട്ട് ഈ കുഞ്ഞിൻ്റെ വാലിൽ തീറ്റ വെച്ച് കൊടുക്കുന്നു. ഈ സുന്ദരമായ കാഴ്ചയൊക്കെ കണ്ട് താൻ ഉറങ്ങുവാൻ കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് എന്നും തൻ്റെ പക്ഷികളെ കാണുന്നത് പോലെ കാണുവാൻ വന്നു. അതിന് തീറ്റ കൊടുക്കാനും വെള്ളം കൊടുക്കുവാനും കടന്നു വന്നു. അങ്ങനെ തനിക്ക് കാത്തിരുന്ന് ലഭിച്ച ആ മോക്കിംഗ് ബേർഡിൻ്റെ കുഞ്ഞിനെ കാണാൻ രാവിലെ വളരെ സന്തോഷത്തോടെ വന്നപ്പോൾ താൻ ആ കൂടിൻ്റെ മുൻപിലെത്തിയപ്പോൾ താൻ അവിടെ സ്റ്റക്കായിരിക്കുന്നു. തൻ്റെ ഹൃദയം വല്ലാതെ ഇടിക്കുവാൻ തുടങ്ങി. തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. തൻ്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ട് അവൻ്റെ മാതാപിതാക്കൾ വന്നു. മോനെ, എന്തിനു വേണ്ടിയാ നീ കരയുന്നത്? എന്തു പറ്റി? അപ്പോൾ അവൻ പറഞ്ഞു, നോക്കൂ, കാത്തിരുന്ന് എനിക്ക് ലഭിച്ച മോക്കിംഗ് ബേർഡിന്റെ കുഞ്ഞ് കൂട്ടിൽ ചത്തു കിടക്കും. വളരെ വേദനയോടെ അവൻ്റെ പേരൻസിന്റെ സഹായത്തോടെ അവനെ കുഞ്ഞു പക്ഷിയെ എടുത്ത് കുഴിച്ചിട്ടു. എന്നിട്ട് തൻ്റെ സങ്കടങ്ങളും തൻ്റെ സംശയങ്ങളും തീർന്നില്ല. താൻ അന്വേഷിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടായിരിക്കും ഇത് ചത്തുപോയത്? താൻ അന്വേഷിച്ച് ചെന്നപ്പോൾ തനിക്ക് ഈ പക്ഷിയുടെ ഒരു ഫീച്ചർ എനിക്ക് മനസ്സിലായി. അതായത് ഈ മോക്കിംഗ് ബേർഡിൻ്റെ കുഞ്ഞു പക്ഷിയോ ഇടം പക്ഷിയോ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കെണിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ അതിൻ്റെ ഇനം പക്ഷി അല്ലെങ്കിൽ അതിൻ്റെ തള്ളപ്പക്ഷി ഒരുതരം വിഷക്കനി കൊണ്ടുവന്ന് അതിൻ്റെ വായിൽ വെച്ച് കൊടുക്കും. കെണിയിൽ ജീവിക്കുന്നതിനേക്കാളും ചാകുന്നതാണ് നല്ലതെന്ന് വിശ്വസിച്ച് പോരുന്ന ഒരു ഇനം പക്ഷിയായിരുന്നു മോക്കിംഗ് ബേർഡ്. പ്രിയ കൂട്ടുകാരെ, ഞാനും നിങ്ങളും ഇതുപോലെ പാപം സംബന്ധിച്ച് മരിച്ചവരായിരുന്നു. നിത്യമായ മരണത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ നമ്മുടെ പാപം സംബന്ധിച്ച മരണത്തിൽ നിന്നും നിത്യമായ മരണത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ആ യേശുവിൽ ഞാനും നിങ്ങളും വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ കൂട്ടുകാരെ, നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടും. നമുക്ക് ദൈവത്തിൻ്റെ മകനും മകളുമായി തീരാൻ കഴിയും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര കൂട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ദൈവത്തിൻ്റെ മകനാകണം, എനിക്ക് ദൈവത്തിൻ്റെ മകളാകണം? അതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന മാത്രയിൽ, ഏറ്റുപറയുന്ന മാത്രയിൽ നമുക്ക് ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുവാൻ സാധിക്കും. ഒരു കൂട്ടുകാരി വേഗത്തിൽ മുൻപോട്ട് വന്ന്